കളമശ്ശേരി നഗരസഭയിൽ പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ LDFും UDFും ചക്കളത്തി പോരാട്ടം തുടരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന ഘട്ടമായപ്പോൾ പ്രതിപക്ഷത്തുള്ള പാർട്ടികൾ സമരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 42 അംഗ കൗൺസിലിൽ UDF 20, സ്വതന്ത്രനടക്കം LDF 21, BJP 1 എന്നിങ്ങനെയാണ് കക്ഷിനില. വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത തൂക്കുമുന്നണിയാണ് കളമശ്ശേരി ഭരിക്കുന്നത്. പ്രതിപക്ഷം ആഞ്ഞുപിടിച്ചാൽ UDF ഭരണം താഴെ പോകും. ഒരു തവണ പേരിന് അവിശ്വാസം കൊണ്ടുവന്നതാണ്. അന്തർധാര ശക്തമായതിനാൽ അവിശ്വാസം ചീറ്റിപ്പോയി. ഭരണത്തിലുള്ള UDFിന്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫലത്തിൽ LDFിനൊപ്പമാണ് എന്നതാണ് വിചിത്രം. അവിശ്വാസം വരുമ്പോൾ CPM വിമത കൗൺസിലർ അപ്പുറത്തേക്ക് ചായും, BJP കൗൺസിലർ വോട്ടിംഗിൽ നിന്ന് വിട്ടുനിൽക്കും. ഇതാണ് കളി. കഴിഞ്ഞ 4.5 വർഷമായി അഡ്ജസ്റ്റ്മെന്റ് സമരങ്ങളാണ് നടക്കുന്നതെന്ന് നാട്ടുകാർ പറയുമ്പോൾ അത് UDF നടത്തുന്ന പ്രചരണമാണെന്ന് CPM പറയുന്നു. CPM ജില്ലാ നേതൃത്വം ഇടപെട്ടതോടെ പ്രാദേശിക നേതൃത്വം നഗരസഭയ്ക്കെതിരെ ഉയർന്ന അഴിമതിക്കെതിരെ 29-ന് സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. CPIയുടെ യുവജന വിഭാഗം ഇന്നലെ സമരം നടത്തി. അഴിമതി ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ മുൻ ചെയർമാനും കൗൺസിലറുമായ ജമാൽ മണക്കാടൻ വിളിച്ച പത്രസമ്മേളനത്തിൽ കേസ് എടുക്കാൻ സംസ്ഥാന സർക്കാരിനെ വെല്ലുവിളിച്ചു.